ഉറങ്ങിക്കിടന്ന അമ്മയുടെ തലയിൽ ഹോളോ ബ്രിക്സിൻ്റെ കല്ലുകൊണ്ട് കുത്തിച്ചതച്ചു കൊന്നു. നിങ്ങൾ ഈ കേട്ടത് ഹൊറർ സിനിമകളിലെയോ അതല്ലെങ്കിൽ സൈക്കോപാത്ത് ക്രിമിനൽ കില്ലേഴ്സിൻ്റെയോ സിനിമാ സീനുകളല്ല. ഇന്ന് രാവിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നിന്നും കേട്ട വളരെയധികം ദുഃഖകരമായൊരു വാർത്ത. എടോ, ഉറക്കമില്ലായ്മ എന്തെന്ന് നീ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? പട്ടിണി എന്തെന്ന് ഒരു നിമിഷമെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? പരിഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? നിൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ഉണ്ടാക്കിയ ബിരിയാണിയിൽ നിന്ന് അല്പം ബിരിയാണി നിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചപ്പോൾ അത് മുരളയാക്കി നിൻ്റെ വായിൽ വെച്ച് തന്നപ്പോൾ നിൻ്റെ ഉമ്മ, നിൻ്റെ അമ്മ അതിൽ നിന്ന് അല്പമെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും നിനക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ പരിഭവങ്ങളുടെയും പട്ടിണിയുടെയും ഉറക്കമില്ലായ്മയുടെയും പേരായിരുന്നു രണ്ടക്ഷരമായ അമ്മ. ആ ഹോളോ ബ്രിക്സിൻ്റെ കല്ലുമായി നീ നിൻ്റെ അമ്മയെ തല്ലിച്ചതക്കാൻ പോകുമ്പോൾ ഒരു നേരമെങ്കിലും നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു. നിന്നെ ഉറക്കാൻ വേണ്ടി ഒരുപാട് രാത്രികളിൽ താരാട്ട് പാട്ടും പാടി ഉറക്കി ഉറക്കമില്ലായ്മ അനുഭവിച്ച ഒരു സ്ത്രീയുടെ പേരാണ് രണ്ടക്ഷരമായ അമ്മ. നിന്റെ ഭാവിയും നിന്റെ ഫ്യൂച്ചറും കണ്ണും നട്ട് സ്വപ്നം കണ്ടിരുന്ന് പല വീടുകളിലും കയറി ഇറങ്ങി ജോലി ചെയ്ത തൊഴിലാളിയുടെ പേരായിരുന്നു രണ്ടക്ഷരമായ അമ്മ. മധുരമൂറുന്ന രുചികരമായ ഓരോ വിഭവങ്ങളും ഉരുളയാക്കി നിന്റെ വായിൽ വെച്ചു തരുമ്പോൾ അത് കണ്ട് ആനന്ദം കണ്ടെത്തിയ പാചകക്കാരിയുടെ പേരായിരുന്നു രണ്ടക്ഷരമായ അമ്മ. വിദ്യാലയങ്ങളിൽ നിന്റെ സുഹൃത്തിന് സൈക്കിളുണ്ട്, എനിക്ക് സൈക്കിളില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് പരിഭവങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലാത്ത ക്യാഷുമായി അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങി നിനക്ക് സൈക്കിൾ വാങ്ങി തന്നവരുടെ പേരാണ് രണ്ടക്ഷരമായ അമ്മ. വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും ആ രണ്ടക്ഷരം എന്ന പ്രപഞ്ച ലോകത്തെ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ആ വാത്സല്യവും സ്നേഹവും നഷ്ടപ്പെട്ട് അമ്മമാരെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പിഞ്ചുമക്കളുണ്ടായിരുന്നു. എടോ, നിനക്ക് വേണ്ടെങ്കിൽ അവർക്കെങ്കിലും കൊടുത്തൂടായിരുന്നു?